തത്വമസിയിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ജി ബാലകൃഷ്ണൻ. ഇന്ന് തത്വമസിയിൽ നാം ചിന്തിക്കുന്നത് വേദശ്രുതി അഥവാ ശ്രുതി ഗീതത്തിനെ കുറിച്ചാണ്. ഭാഗവതത്തിൽ 87-ാം അധ്യായത്തിൽ ബ്രഹ്മജ്ഞനായ ഋഷിയോട് ഇന്നതെന്ന് നിർവചിക്കുവാൻ കഴിയാത്തതും ഗുണത്രയ സംബന്ധം ഇല്ലാത്തതും കാര്യകാരണങ്ങളിൽ നിന്ന് അതീതമായി നിലകൊള്ളുന്നതുമായ പരബ്രഹ്മത്തിൽ ജാതി ക്രിയാഗുണ സംബന്ധമുള്ളവയിൽ പ്രവർത്തിക്കുന്ന, അതായത് ജാതി ക്രിയാഗുണ സംബന്ധമുള്ള പദാർത്ഥങ്ങളെ മാത്രം ബോധിപ്പിക്കാൻ കഴിവുള്ള വേദങ്ങൾ ശരിയായ രൂപത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതായിരുന്നു. ശുകമഹർഷി അതിനുള്ള വിവരണം നൽകുന്നത്, സർവശക്തനായ ഈശ്വരൻ ജീവന്മാർക്ക് വിഷയ അനുഭവത്തിനു വേണ്ടിയും അഭ്യുദയത്തിനുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയും ആത്മാവിന് അതാത് ലോകസുഖങ്ങൾ അനുഭവിക്കുന്നതിനായും കൽപ്പനാ നിവൃത്തിയാവുന്ന ലോകത്തിനായിക്കൊണ്ടും ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണൻ എന്നീ ഉപാധികളെ സൃഷ്ടിച്ചിരിക്കുന്നു. നിർഗുണനായ ഈശ്വരൻ ഒരു പ്രകാരത്തിൽ സർവഗുണോപേതനുമാണ്. വേദങ്ങൾ ഈ സർവഗുണോപേതനായ ഈശ്വരനെ സഗുണമായ ബ്രഹ്മത്തെ ആണ് തുറന്ന് പ്രതിപാദിക്കുന്നത്. എന്നാൽ വേദവചനങ്ങളുടെ ലക്ഷ്യാർത്ഥം നിർഗുണ പരബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതിൽ പര്യവസാനിക്കുന്നുവെന്ന് ചിന്തിച്ചാൽ അറിയാം. അങ്ങനെ ചിന്തിച്ചറിവാനും ധർമാർത്ഥ കാമങ്ങളെയും മോക്ഷത്തെയും സാധിക്കുവാനും വേണ്ടിയാണ് ഭഗവാൻ തൻ്റെ അംശങ്ങളായ ജീവരാശികൾക്ക് ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണൻ എന്നിവയെ കൊടുത്തിരിക്കുന്നത്. വേദവാക്യങ്ങൾ മുഖ്യവൃത്തിയാൽ സഗുണ ബ്രഹ്മത്തെ വർണ്ണിക്കുന്നതാണെങ്കിലും ലക്ഷണാവൃത്തിയാൽ നിർഗുണ ബ്രഹ്മത്തെയും ബാധിക്കുന്നുവെന്ന് നമ്മൾ അറിഞ്ഞുകൊള്ളണം. വേദങ്ങളെ ബ്രഹ്മ പ്രതിപാദകമായ വിദ്യയെന്ന നിലയ്ക്കാണ് നമ്മുടെ പൂർവികന്മാർ അറിഞ്ഞ് ആദരിക്കുന്നത്. ആധുനികന്മാരായ നമ്മളും ശ്രദ്ധയോടെ, ആസ്തിക്യ ബുദ്ധിയോടെ അങ്ങനെ ചെയ്യുന്നതായാൽ ദേഹാദ്യ അഭിമാനം വിട്ട് വിമുക്തരായിത്തീരും. ഈ വിഷയത്തിൽ വക്താവെന്ന നിലയിൽ ശ്രീ നാരായണ ഋഷിയോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പൂർവകഥയെ നമുക്ക് വിസ്തരിക്കാം. ഋഷിയായ ശ്രീ നാരായണൻ്റെയും ശ്രീ നാരദൻ്റെയും അന്യോന്യ സംഭാഷണം ആണ് ഇത്. പല ലോകങ്ങളെയും ചുറ്റി നടന്നുകൊണ്ടിരിക്കുന്ന ഭഗവത് ഭക്തനായ ശ്രീ നാരദൻ ഒരിക്കൽ പുരാണ ഋഷിയായ ശ്രീ നാരായണനെ കാണാൻ ആയി ഭൗതികാശ്രമത്തിലേക്ക് പോയി. യാതൊരു കുലുക്കവുമില്ലാത്ത ആ നാരായണ ഋഷിയാകട്ടെ ഈ ഭാരത ഭൂഖണ്ഡത്തിലുള്ള ജനങ്ങളുടെ ഐഹിക സുഖത്തിനും പാരത്രിക ഗുണത്തിനും വേണ്ടി ധർമ്മം, ജ്ഞാനം, വിരക്ത എന്നിവയോട് കൂടിയ തപസ്സിനെ കൽപ്പകാലത്തിൻ്റെ തുടക്കം മുതൽക്ക് അനുഷ്ഠിച്ചു വരികയായിരുന്നു. അപ്പോൾ നാരദൻ ചോദിച്ചു, ഹേ ഒരു വംശോത്തമ, അവിടെ കലാപഗ്രാമം എന്നുള്ള പേരുള്ള ബദരികാശ്രമത്തിൽ വസിക്കുന്ന ഋഷികളാൽ ആവൃതനായി ഇരുന്നരുളുന്ന ശ്രീ നാരായണ ഋഷിയോട് നമസ്കരിച്ച ശ്രീ നാരദൻ ഇതുതന്നെയാണ് ചോദിച്ചത്.
ഗുണവൃത്തികളായ ശ്രുതികൾ നിർഗുണ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നത് എങ്ങനെ? ആ ശ്രീ നാരദന് വേണ്ടി സർവജ്ഞനായ ആ സർവജ്ഞാനനിധിയായ നാരായണ ഋഷി മറ്റ് ഋഷിമാരെല്ലാം കേട്ടിരിക്കെ തന്നെ ജനലോകത്തിൽ നിവസിച്ചിരുന്നു. പൂർവ ഋഷീശ്വരന്മാർക്ക് തമ്മിൽ യാതൊരു ബ്രഹ്മ വിഷയമായ ചർച്ച നടന്നിരുന്നുവോ അതുതന്നെ അരുളി ചെയ്തു. ബ്രഹ്മപുത്രനായ നാരദ, പണ്ടൊരിക്കൽ ജനലോകത്തിൽ വെച്ച് അവിടെ സ്ഥിതി ചെയ്യുന്നവരും ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് ജനിച്ചവരും നൈഷ്ഠിക ബ്രഹ്മചാരികളുമായ മഹർഷിമാരുടെ ഒരു ബ്രഹ്മസത്രം ഉണ്ടായത് ഓർമ്മയുണ്ടോ? അത് ശ്വേതദീപത്തിലേക്ക് അതിൻ്റെ നാഥനായ അനിരുദ്ധമൂർത്തിയെ ദർശിക്കുവാൻ അങ്ങ് പോയിരുന്നപ്പോൾ ഈ വേദാർത്ഥ വിചാരം ഭംഗിയിൽ നടത്തുന്നതു യാതൊന്നിൽ വെച്ച് ശ്രുതികൾ, അതായത് വേദങ്ങൾ അർത്ഥനിർണയം ചെയ്യപ്പെടുന്നുവോ ആ വേദാർത്ഥ വിചാര സദസ്സിൽ വെച്ചു തന്നെ അങ്ങ് എന്നോട് യാതൊന്നിനെപ്പറ്റി ചോദിച്ചു കൊണ്ടുവരുന്നുവോ ഇതേ ചോദ്യം അന്ന് സംഭവിക്കുകയുണ്ടായി. ഒരുപോലെ ശാസ്ത്രപരിജ്ഞാനവും തപസ്സും സ്വഭാവവും ഉള്ളവരാണ് മിത്രങ്ങളെയും ശത്രുക്കളെയും ഉദാസീനരെയും ഒരേപോലെ കരുതുന്നത്. എന്നിരിക്കലും തങ്ങളിൽ ഒരാളെ പ്രവക്താവാക്കി നിശ്ചയിച്ചു. സനന്ദന ഋഷിയെയാണ് പ്രവക്താവ ആക്കി നിശ്ചയിച്ചത്. മറ്റുള്ളവർ സനകാദികളും കേൾപ്പാൻ ആഗ്രഹിക്കുന്നവരായും ഭവിച്ചു. തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തെ മുഴുവനും തന്നിലേക്ക് വലിച്ചെടുത്ത് ശക്തികളോടുകൂടെ സൂക്ഷ്മാകാരം പ്രാപിച്ച പ്രകൃതി പുരുഷ കാലാദിശക്തികളോടുകൂടെ യോഗനിദ്രയെ അവലംബിച്ച് പരമപുരുഷനെ അതിൻ്റെ പ്രളയകാലത്തിൻ്റെ അവസാനത്തിൽ അവിടുത്തെ പ്രഥമ നിശ്വാസത്തിൽ നിന്ന് ആവിർഭവിച്ച ശ്രുതി ദേവതകൾ ആ പരമപുരുഷ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. ആ ബോധിപ്പിക്കുന്ന സ്തുതിവാക്യങ്ങളിൽ ഉണർത്തി. ഉറങ്ങിക്കിടക്കുന്ന ഒരു രാജാതിരാജനെ അദ്ദേഹത്തെ ആശ്രയിച്ചു പുലരുന്ന സ്തുതിപാഠകന്മാർ പ്രഭാതത്തിൽ വന്നു ചേർന്ന് സൽകീർത്തി എഴുന്ന അദ്ദേഹത്തിൻ്റെ അവദാനങ്ങളാൽ യാതൊരു പ്രകാരം പള്ളിക്കുറപ്പ് ഉണർത്തുന്നുവോ അതുപോലെ സ്തുതിദേവതകളും പ്രവർത്തിച്ചു. യാതൊന്നിനാലും ജയിക്കപ്പെടാതെ ഇരിക്കുന്ന ഹേ പ്രഭോ, നിന്തിരുവടി ഉത്കർഷത്തോടെ വർത്തിച്ചാലും സ്ഥാവര ശരീരങ്ങളും ജംഗമ ശരീരങ്ങളും ധരിച്ച ജീവരാശികളുടെ ദോഷത്തിനായി സ്വാത്മാനന്ദത്തെ മറയ്ക്കുന്ന സ്വീകരിക്കപ്പെട്ട സത്വാദി ഗുണങ്ങളോടുകൂടിയ മായയെ സംഹരിച്ചാലും. എന്തുകൊണ്ടെന്നാൽ നിന്തിരുവടി തന്നാൽ തന്നെ പ്രാപിക്കപ്പെട്ട സർവ ഐശ്വര്യങ്ങളോടുകൂടിയവൻ ആകുന്നു. ചരാചരങ്ങളുടെ സമസ്ത ശക്തികളെയും ഉണർത്തിവിടുന്ന ഹേ ആദി പുരുഷ, ചിരകാലത്ത് മായയോട് ചേർന്നും പ്രകൃതിയോട് ചേർന്നും ചില കാലത്ത് പ്രകൃതി സംബന്ധമില്ലാത്ത ആത്മസ്വരൂപത്തോടെയും വർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിന്തിരുവടിയെ വേദം അനുവർത്തിക്കുന്നു. ഇതിൻ്റെ സാരാർത്ഥം, ഹേ പ്രഭോ, മായയാൽ പോലും നിന്തിരുവടി ജയിക്കപ്പെട്ടവനല്ല. നിന്തിരുവടി സ്വയം തന്നെ സർവൈശ്വര്യ സമ്പൂർണനാകുന്നു. ആകയാൽ ചരാചരങ്ങളായ സമസ്ത ജീവരാശികളെയും വലയിൽപ്പെടുത്തി വലച്ചുകൊണ്ടിരിക്കുന്ന മായയെ ഉപസംഹരിക്കുന്നു. ഈ മായ, ഈ പ്രകൃതി സത്വാദി ഗുണങ്ങളെ സ്വീകരിക്കുന്നതും
ജീവകോടികളുടെ ഗുണത്തിനു വേണ്ടിയല്ല, ദോഷത്തിനു വേണ്ടിയാകുന്നു. ഗുണപ്രകടനം കൊണ്ട് അവരുടെ ശാശ്വതാനന്ദ സ്വരൂപത്തെ മറച്ച് സംസാര ദുഃഖം അനുഭവിക്കുന്നതിന് വേണ്ടിയാകുന്നു. ചരാചരങ്ങളിൽ അന്തർലയിച്ചിരിക്കുന്ന കർമ്മ ജ്ഞാനാദിശക്തികളെ ഉണർത്തുന്ന നിന്തിരുവടിക്ക് മാത്രമേ ഇതിന് കഴിയുകയുള്ളൂ. നിന്തിരുവടി പ്രകൃതിയോടിണങ്ങി പ്രപഞ്ച സജ്ജനം നടത്തുന്ന സഗുണ ബ്രഹ്മമാണെന്നും പ്രകൃതിയെ സംഹരിച്ച് സച്ചിദാനന്ദമയമായ ആത്മസ്വരൂപത്തോടെ വർത്തിക്കുന്ന നിർഗുണ ബ്രഹ്മമാണെന്നും ഉള്ളതിലേക്ക് നിഗമം ശ്രുതി സംഹിതകളായ ഞങ്ങൾ തന്നെ പ്രമാണമാക്കുന്നു. ഇതിൻ്റെ സാരാംശത്തെ സംഗ്രഹിച്ച് പലരും പല ശ്ലോകങ്ങളും രചിച്ചിട്ടുണ്ട്. വേദം നിന്തിരുവടിയെ അനുവർത്തിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ എന്നെ മാത്രമല്ല ഇന്ദ്രാദിദേവന്മാരെയും വേദം അങ്ങനെ ചെയ്യുന്നതായി കാണുന്നുണ്ട്. ആ സ്ഥിതിക്ക് ഞാൻ മാത്രമാണ് വേദസൂക്തങ്ങളുടെ പ്രതിപാദ്യമെന്ന് വരുന്നത് എങ്ങനെ? എല്ലാം നശിക്കുന്ന പ്രളയത്തിലും അവശേഷിച്ചിരിക്കുന്ന എന്ന അവസ്ഥ നിന്തിരുവടിക്ക് മാത്രമാണുള്ളത്. അതുകൊണ്ട് ഈ കാണപ്പെട്ടതും കേൾക്കപ്പെട്ടതുമെല്ലാം സ്ഥാവര ജംഗമങ്ങളും ഇന്ദ്രാദി ദേവതാ ഗുണങ്ങളും നിന്തിരുവടിയിൽ നിന്നുണ്ടായി നിന്തിരുവടിയിൽ തന്നെ ലയിക്കുന്നുവെന്ന് മന്ത്രദ്രഷ്ടാക്കളായ ഋഷികൾ കണ്ടിരിക്കുന്നു. നിന്തിരുവടി കാരണവും മറ്റുള്ളവ കാര്യങ്ങളുമാണ്. കാര്യം കാരണത്തിൽ തന്നെ പരിണിത രൂപമാകയാൽ ഇന്ദ്രാദി ദേവഗണങ്ങൾ നിന്തിരുവടിയുടെ രൂപഭേദങ്ങളാണെന്ന് സിദ്ധമാകുന്നു. മണ്ണിൻ്റെ രൂപാന്തരങ്ങളായ മൺപാത്രങ്ങളും മണ്ണ് വാസ്തവത്തിൽ ഒന്നു തന്നെയാണല്ലോ. മൺപാത്രങ്ങളുടെ ഉൽപ്പത്തി ലയങ്ങൾക്ക് ആസ്പദം കണ്ണു തന്നെ. അതുപോലെ ഇന്ദ്രാദികളുടെ ഉൽപ്പത്തി ലയങ്ങൾ ബ്രഹ്മാവാവുന്ന നിന്തിരുവടിയെ ആസ്പദിച്ചിരിക്കുന്നു. അതിനാൽ മന്ത്രദ്രഷ്ടാക്കളുടെ മനോവാഗ്വ്യാപാരം ഇന്ദ്രാദിദേവന്മാരെ സംബന്ധിച്ചതായാലും ബ്രഹ്മമാവുന്ന നിന്തിരുവടിയിൽ പര്യവസാനിക്കുന്നു. കല്ലിലോ മരത്തിലോ കാലുവെച്ചാലും അത് ഭൂമിയിൽ വച്ചിരിക്കുന്നതു തന്നെ. ബ്രഹ്മാവ്, അഗ്നി, സൂര്യൻ, ഇന്ദ്രൻ എന്നീ ദേവന്മാർ വേദമന്ത്രങ്ങളാൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ ലോകം ബ്രഹ്മമായ നിന്തിരുവടിയിൽ നിന്ന് അന്യമായിട്ടുള്ളതിൽ നിന്നും ഉത്ഭവിച്ചതാണെന്ന് വരുന്നില്ല. അനേകം ദേവന്മാരെ പ്രകീർത്തിക്കുന്ന ആ മന്ത്രങ്ങൾ ആദി കാരണവും അനേകരൂപിയുമായ നിന്തിരുവടിയെ തന്നെ പ്രകീർത്തിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു.